കഴിഞ്ഞ വർഷത്തെ മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ മഞ്ഞുമൽ ബോയ്സിലാണ് നമ്മൾ ഈ വിളി കേട്ടത്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. 2006-ൽ കൊടൈക്കനാലിലെ ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണ കേവിൽ പെട്ടുപോയ സുഭാഷ് എന്ന മലയാളിയായ ചെറുപ്പക്കാരനെ തൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളായ സിജു ഡേവിഡ് തന്നെ ഗുഹയിലിറങ്ങി രക്ഷപ്പെടുത്തിയ സംഭവമാണ് സിനിമയായി മാറിയത്. ഗുണ കേവിൽ അകപ്പെട്ടു പോയവരിൽ ജീവനോടെ പുറത്തെടുക്കപ്പെട്ട ഏക വ്യക്തിയാണ് സുഭാഷ് എന്നത് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്നത് ചിത്രത്തിന് ഇതിവൃത്തമായി മാറിയ ഗുണ കേവിനെ കുറിച്ചാണ്. കമലഹാസൻ അഭിനയിച്ച ഗുണ എന്ന സിനിമയുടെ പ്രധാന ഭാഗങ്ങളും അതിലൊരു ശ്രദ്ധേയമായ ഗാനവും ഡെവിൾസ് കിച്ചൺ എന്ന ഗുഹയിൽ വെച്ച് ചിത്രീകരിക്കപ്പെട്ടതോടെ ഗുഹയുടെ പേര് ഗുണ കേവ് എന്നായി മാറി. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതൽ അല്ല, അതെയും താണ്ടി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2030 മീറ്റർ ഉയരത്തിലുള്ള പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ കുന്നുകളിലാണ് ഈ ഗുഹകൾ ഉള്ളത്. 3 പ്രധാനപ്പെട്ട പില്ലർ റോക്സുകൾക്കിടയിലാണ് ഈ കേവ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് പാറകളിൽ ഇത്തരത്തിലുള്ള ഗുഹകൾ രൂപം കൊള്ളുന്നത്. ഗുഹകളെക്കുറിച്ചുള്ള പഠനമാണ് സ്പീലിയോളജി എന്നറിയപ്പെടുന്നത്. തെർമൽ എക്സ്പാൻഷൻ എന്ന പ്രവൃത്തി വഴി പാറകൾ വികസിക്കുകയും പിന്നീട് ചുരുങ്ങുകയും ചെയ്യുന്നു. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ പാറകളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ഇതുകൂടാതെ ഭൗതികമായും രാസപരമായും ജൈവപരമായും ശിലകളിൽ സംഭവിക്കുന്ന അപക്ഷയ പ്രവൃത്തികളും വിള്ളലുകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഗുഹകൾ രൂപപ്പെടാനുള്ള മറ്റൊരു പ്രധാന കാരണം അല്ല, ഏറ്റവും പ്രധാന കാരണം ജലമാണ്. മഴ പെയ്യുമ്പോൾ ഭൂമിക്കടിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന ഭൂഗർഭജലം ഈ പാറയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം കാർബണേറ്റ് പോലെയുള്ള പദാർത്ഥങ്ങളെ അലിയിക്കുന്നു. ഇത് ഭൂഗർഭജലത്തിൻ്റെ അപരദന പ്രവൃത്തി അഥവാ ഇറോഷണൽ പ്രോസസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്നറിയപ്പെടുന്നു. ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഗുഹകൾ കൂടുതലായും കാണാൻ സാധിക്കുന്നത്. ഗുണ കേവ് വെർട്ടിക്കലായി രൂപപ്പെട്ടൊരു ഗുഹയാണ്. അതായത് പാറയുടെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആഴമുള്ള ഒരു ഗർത്തം. വലിയ കുന്നുകൾക്കടിയിലൂടെ തിരശ്ചീനമായി ഒഴുകുന്ന ഭൂഗർഭജലം ഹൊറിസോണ്ടലായ ധാരാളം ഗുഹകളും രൂപപ്പെടുത്താറുണ്ട്. 2018-ൽ തായ്ലൻഡിലെ താം ലുവാങ് എന്നറിയപ്പെടുന്ന ഗുഹയിൽ അകപ്പെട്ടുപോയ 11 കുട്ടികളെയും അവരുടെ ഫുട്ബോൾ കോച്ചിനെയും രക്ഷപ്പെടുത്തിയ സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഇത് ഹൊറിസോണ്ടലായി രൂപപ്പെട്ട ഒരു ഗുഹയ്ക്ക് ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള ഗുഹ ഏതെന്ന്? അത് മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ക്രേം ലിയാത്ത് പ്രായാണ്. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു അത്ഭുതമാണ് ക്രേം ലിയാത്ത്. ഖാസി ഭാഷയിൽ ക്രേം എന്നാൽ ഗുഹ എന്നാണ് അർത്ഥം. ദ കേവ് ഓഫ് ദ ടൈഗർ എന്നും ഈ ഗുഹ അറിയപ്പെടുന്നു. ഏകദേശം 34 കിലോമീറ്ററാണ് ഇതിന് നീളമായി കണക്കാക്കുന്നത്. ഈ ഗുഹയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന മറ്റു പല ഗുഹകളും ഇതിനോട് ചേരുന്നത് വഴി ഭാവിയിൽ ഈ ഗുഹയുടെ നീളം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മൃദുവായതും ദൃഢമായതുമായ ചുണ്ണാമ്പ് ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന കുന്നുകൾക്കുള്ളിലൂടെ ഭൂഗർഭജലം തിരശ്ചീനമായി ഒഴുകുകയും മൃദുശിലകളെ അലിയിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശിലകളിലുള്ള കാൽസ്യം കാർബണേറ്റ് എന്ന രാസഘടകം വേഗത്തിൽ അലിഞ്ഞു പോകുന്നത് വഴിയാണ് ഇത്തരത്തിലുള്ള നീളമുള്ള ഗുഹകൾ രൂപം കൊള്ളുന്നത്. പിന്നീട് ഗുഹകൾക്കുള്ളിൽ ഒഴുകുന്ന നീർച്ചാലുകൾ പുറത്തേക്കൊഴുകി ഗുഹകളുടെ കവാടങ്ങൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. മനോഹരമായ കാഴ്ചകളാണ് ക്രേം ലിയാത്ത് സഞ്ചാരികൾക്ക് ഒരുക്കുന്നത്. ക്രേം ലിയാത്തിൽ ചെറുവെള്ളച്ചാട്ടങ്ങളും ധാരാളം ഭൂഗർഭജല നിക്ഷേപ ഭൂരൂപങ്ങളും കാണാൻ സാധിക്കും. സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലക്മൈറ്റ്സ്, പില്ലേഴ്സ് എന്നീ ഭൂഗർഭജലത്തിന്റെ നിക്ഷേപ ഭൂരൂപങ്ങൾ അത്ഭുതാവഹമായ കാഴ്ചയാണ് ക്രേം ലിയാത്തിൽ ഒരുക്കുന്നത്. ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുകയും ഇപ്രകാരം താഴേക്ക് വീഴുന്ന മിശ്രിതത്തിന്റെ കുറച്ച് ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഏറെക്കാലം തുടരുന്നതിന്റെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപ ഭൂരൂപങ്ങൾ ഗുഹയുടെ താഴേക്ക് വളരുന്നു. ഇവയാണ് സ്റ്റാലക്ടൈറ്റുകൾ. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളിയായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുകയും അവിടെ നിന്ന് മുകളിലേക്ക് വളരുകയും ചെയ്യുന്ന നിക്ഷേപ ഭൂരൂപങ്ങളെയാണ് സ്റ്റാലക്മൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. പിന്നീട് ഇവ രണ്ടും കൂടി ചേർന്ന് സ്തംഭങ്ങൾ അഥവാ പില്ലേഴ്സ് രൂപം കൊള്ളുകയും ചെയ്യുന്നു. ചുണ്ണാമ്പ് ശിലാ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ഗുഹകൾ രൂപം കൊള്ളുന്നത് സ്വാഭാവികമാണ്. എന്നാൽ മഴയുടെ അളവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ സാൻഡ്സ്റ്റോൺ അഥവാ മണൽക്കൽ നിറഞ്ഞ പ്രദേശങ്ങളിലും ഗുഹകൾ രൂപം കൊള്ളാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സാൻഡ്സ്റ്റോൺ കേവ് ഇന്ത്യയിലാണ്. മേഘാലയയിലെ ഖാസി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 24.5 കിലോമീറ്റർ നീളമുള്ള ഗുഹയാണ് ക്രേംപുരി. ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള സാൻഡ്സ്റ്റോൺ കേവ്. മണൽ കല്ലുകളെ പോലും അപരദനത്തിന് വിധേയമാക്കി ഇത്തരത്തിൽ വലിയൊരു ഗുഹ ഇവിടെ രൂപം കൊള്ളാനുള്ള പ്രധാന കാരണം മേഘാലയയിൽ ലഭ്യമാകുന്ന ശക്തമായ മഴയാണെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനം മേഘാലയയാണ്. മേഘാലയയിലെ ഖാസി, ഗാരോ, ജൈന്ത്യ കുന്നുകളുടെ താഴ്വരയിൽ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഖാസി കുന്നുകളുടെ താഴ്വരയിലുള്ള മൗസിൻറാമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം. തൊട്ടടുത്ത സ്ഥാനത്ത് ചിറാപുഞ്ചിയും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുഹയെപ്പറ്റിയും ഗുഹകളുടെ രൂപീകരണത്തെപ്പറ്റിയും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തു. വിനോദസഞ്ചാരത്തിനു പുറമെ ഭൗമഘടനാ ശാസ്ത്രത്തെപ്പറ്റിയും ശിലാരൂപീകരണത്തെപ്പറ്റിയും വ്യത്യസ്ത ഭൂരൂപങ്ങളുടെ രൂപീകരണത്തെപ്പറ്റിയുമുള്ള വിവരങ്ങൾ ഗുഹകൾ നമുക്ക് നൽകുന്നു.
ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.